കൊച്ചി MG റോഡിലെ ചരിഞ്ഞ കെട്ടിടം നാളെ മുതൽ പൊളിച്ചു തുടങ്ങും. ഇതിനാവശ്യമായ ചെലവ് പൂർണ്ണമായി കെട്ടിട ഉടമയിൽ നിന്ന് ഈടാക്കുമെന്ന് കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് പറഞ്ഞു. തുക നൽകിയില്ലെങ്കിൽ സ്ഥലത്ത് നിർമ്മാണമോ വിൽപ്പനയോ അനുവദിക്കില്ല. സമീപത്തെ കെട്ടിടങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരവും നൽകണം. നഗരപരിധിയിൽ അനധികൃതമായി കെട്ടിടം ഉയർത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും TK അഷ്റഫ് പറഞ്ഞു. റാംഷ CP ആണ് ചേരുന്നത്. റാംഷ, ഏതായാലും കെട്ടിടം പൊളിച്ചു തുടങ്ങുകയാണ്. എത്രത്തോളം ചിലവ് വരും? ഇത്തരത്തിൽ കെട്ടിപ്പൊക്കിയ നിരവധി കെട്ടിടങ്ങളുണ്ട്. പക്ഷേ ഇത് അപകടാവസ്ഥയിലായതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളെയും അത് ബാധിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാരം ഈടാക്കും ഉടമയിൽ നിന്നാണ് അറിയുന്നത്, അല്ലേ? തീർച്ചയായും വിനീത, ആ തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ MG റോഡിലെ ചെരിഞ്ഞ കെട്ടിടം പൊളിച്ചു നീക്കാൻ നാളെ മുതൽ പ്രവർത്തികൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വിശദീകരിക്കുന്നത്. ഇന്ന് തന്നെ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഈ കെട്ടിടം ചരിഞ്ഞ് സമീപത്തെ കെട്ടിടത്തിൽ ചാരിയാണ് നിൽക്കുന്നത്. അതായത് ആ സമീപത്തെ കെട്ടിടത്തിന്റെ ബലത്തിലാണ് ഇപ്പോൾ ഈ കെട്ടിടം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം ഇത് പൊളിച്ചു മാറ്റുക സാധ്യമല്ല. അങ്ങനെയാണ് വിദഗ്ധ സംഘത്തെ ഇവിടെ കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിമോളിഷിംഗ് കമ്പനിയാണ് ഇപ്പോൾ ഈ പ്രവൃത്തി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ, അതായത് ഈ തകർന്ന കെട്ടിടത്തിന്റെ ഉടമ തന്നെയാണ് ഈ കമ്പനിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നാളെ മുതൽ ഈ പ്രവൃത്തി ആരംഭിക്കും. ഈ കമ്പനിയുടെ, അതായത് ഈ ഡിമോളിഷിംഗ് നടത്തുന്ന കമ്പനിയുടെ അധികൃതർ വിശദീകരിക്കുന്നത് നാളെ അവർ പ്രവൃത്തി ആരംഭിക്കും. ഈ കെട്ടിടം സാധാരണഗതിയിലേക്ക് ഉയർത്തും. അതായത് നേരത്തെ തന്നെ ജാക്കി വെച്ച് ഉയർത്താൻ ശ്രമിച്ചതുപോലെ തന്നെ ജാക്കി വെച്ച് ഈ കെട്ടിടം ഉയർത്തും. അതോടൊപ്പം തന്നെ സമാന്തരമായി ഈ കെട്ടിടത്തിന് ഒരു സപ്പോർട്ട് എന്ന നിലയിൽ ഇതിനകത്തു നിന്നും ഒരു വാള്, അതായത് ചുമർ കെട്ടി ഒരു സപ്പോർട്ട് നൽകും. പിന്നീട് ഈ കെട്ടിടം നേരെ ആയതിനു ശേഷം, പഴയപടി ആയതിനു ശേഷം കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് തൊഴിലാളികൾ സാധാരണഗതിയിൽ ഒരു കെട്ടിടം പൊളിക്കുന്നത് പോലെ തന്നെ പൊളിച്ചു മാറ്റും എന്നതാണ് ഇവർ വിശദീകരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങൾ പൊളിച്ച് പരിചയമുള്ള കമ്പനി തന്നെയാണ് എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ കോർപ്പറേഷൻ ഇപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള കെട്ടിടങ്ങൾ ഉയർത്തുന്നത് സമാനമായി ഇത്തരത്തിൽ ജാക്കി ഉപയോഗിച്ച് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇനി അത്തരം പ്രവർത്തികൾ നടത്തണമെങ്കിൽ കോർപ്പറേഷന്റെ മുൻകൂർ അനുവാദം വാങ്ങി മാത്രമേ നടത്താൻ കഴിയൂ എന്നതാണ് ഇപ്പോൾ കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന തീരുമാനം. അതല്ലാത്ത പക്ഷം ഈ കെട്ടിടങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിൽ അനുവാദം നൽകില്ല എന്ന തീരുമാനം കൂടിയാണ് ഇപ്പോൾ കോർപ്പറേഷൻ എടുത്തിരിക്കുന്നത്. വിനീത, ശരി, നമുക്ക് TK അഷ്റഫിന്റെ പ്രതികരണം കൂടി കേൾക്കാം. ലേബറിനുണ്ടാകുന്ന മുഴുവൻ ഉത്തരവാദിത്വവും കമ്പനിക്കായിരിക്കും. കാരണം കമ്പനി അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടാണ് ഈ വേല ചെയ്യുന്നത്. കാരണം ചിലവ് ഇതിനോടമസ്ഥൻ ബിൽഡിംഗ് ഓണർ ചെയ്യും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പല സ്ഥലങ്ങളിലും ബിൽഡിങ്ങിനെ ഉയർത്തരുത്. കാരണം നമ്മൾ നഗരം വലുതായി വന്നപ്പോഴുള്ള റോഡുകൾ ഉയർന്നു. ചില ബിൽഡിംഗ് താഴെ, ജോസ് ജംഗ്ഷൻ തന്നെ പല ബിൽഡിംഗ് താഴത്തുള്ളതാണ്. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് ഓടമസ്ഥനെ ഞങ്ങൾ അറിയിക്കാറില്ല. കൊച്ചി നഗരസഭയുടെ അനുവാദമില്ലാതെ ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ട് നഗരസഭ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ബിൽഡിംഗ് ഓക്കുപ്പൻസ് റദ്ദ് ചെയ്യും.